ഇത് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ റീസെൻ്റിലായിട്ടുള്ള കൊടുത്ത ട്രേഡ്, അതായത് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത ട്രേഡ് ഇതിപ്പോൾ ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുണ്ട് ടാർഗറ്റ്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ടി പി കിട്ടും എന്നുള്ള മൈൻഡിലല്ല, അങ്ങനത്തെ ഒരു ടൂളും ഇല്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തത് എന്തോ ലാസ്റ്റുള്ള 3-4 ടി പി ഉണ്ട്. അതിൻ്റെ പ്രീവിയസ്ലി നമുക്കിപ്പോൾ ചെക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇത് ടി പി ഉള്ളതാണ്. കാരണം ഇത് എന്തുകൊണ്ടാണ് ഈ ട്രേഡ് എടുത്തിരിക്കുന്നത് എന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ട്രേഡ് എങ്ങനെ പ്ലാൻ ചെയ്തെന്നുള്ളത് മുതൽ തുടങ്ങാം. ഓക്കെ, നമ്മുടെ ടൂള് പ്രകാരം നമുക്കിവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ കിട്ടി. മാർക്കറ്റ് ക്ലോസ് തന്നു. ക്ലോസ് തരുമ്പോൾ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഓർഡർ ബ്ലോക്ക്, ഓക്കെ, അതാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റുള്ള ഓർഡർ ബ്ലോക്ക് ഇതാണ്. ഓക്കെ, ക്യാരക്ടർ കിട്ടിയ ക്യാൻഡിൽ ഇതാണ്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുള്ള ക്യാൻഡിൽ ഇതാണ്. ഓക്കെ, നമ്മുടെ ഇൻഡിക്കേറ്റർ പ്രകാരം. സോ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നിന്ന് എൻട്രിയാണ് പറഞ്ഞിരുന്നത്. സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. മാർക്കറ്റ് 1:2 റിസ്ക് റിവാർഡ് ഓൾറെഡി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. 1:2 റിസ്ക് റിവാർഡ് ഞാൻ ഒരിക്കലും പ്രോമിസ് ചെയ്യില്ല. കാരണം നിങ്ങൾ ബയാസ് അറിയാതെ പോയി ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. സോ എപ്പോഴും ബയാസ് മനസ്സിലാക്കിയതിന് ശേഷം ലോങ് എൻട്രീനെ കുറിച്ചിട്ടൊക്കെ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇത് 1:2 ടാർഗറ്റ് ഇതുപോലെയാണ്. ഇപ്പോൾ ഈ ക്യാൻഡിൽ ഉണ്ടായി എന്ന് വിചാരിക്കേണ്ട. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ഉണ്ടായി എന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെയാണ് നിൽക്കുന്നത്. മാർക്കറ്റ് റൺ ആവണ ഒരു സ്റ്റൈല്. ഒറ്റ ക്യാൻഡിലും കൊണ്ട് ഇത് സ്പീഡ് കൂടുതലാണ്. അപ്പോൾ ഒറ്റ ക്യാൻഡിലും കൊണ്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ക്ലോസ് ചെയ്ത് തന്നു. ഇവിടെ ചോക്ക് സംഭവിച്ചു. അടുത്ത ക്യാൻഡിൽ താഴെ വന്നു. ഈ ഓർഡർ ബ്ലോക്കിനെ ടാപ്പ് ചെയ്തു. ഇത് ഇവിടെ ഈ ഒരു ക്യാൻഡിലും കൊണ്ട് തന്നെ മാർക്കറ്റ് 1:2 റിസ്ക് റിവാർഡ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും 1:2 മേലെ ട്രൈ ചെയ്യേണ്ട. അത് ജസ്റ്റ് ടാപ്പാണ്. ഇതുപോലെയാണ് മോസ്റ്റ്ലി ഉണ്ടാവുക. ഞാൻ പ്രീവിയസ്ലി ടച്ച് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഈ ക്യാൻഡിൽ ഞാൻ കട്ട് ചെയ്തു. ഓക്കെ, ഇത് 1:2 ടാർഗറ്റ് നമ്മളിവിടെ വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇത് ഇത് ഒറ്റ ക്യാൻഡിൽ കൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇത് ടാർഗറ്റ് അച്ചീവ് ചെയ്ത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും വയ്ക്കാൻ നല്ലത് 1:2 റിസ്ക് റിവാർഡാണ്. മാർക്കറ്റ് അത് ടാപ്പ് ചെയ്ത് താഴത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇത് നേരെ മേലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബയാസ് സപ്പോർട്ടായിരിക്കണം. നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ പോയി നോക്കുമ്പോൾ ഇവിടെ ബയാസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 15 മിനിറ്റ്സ് ബുള്ളിഷാണ് സ്ട്രക്ചർ. ഇത് സ്ട്രക്ചറിൻ്റെ ഡീറ്റെയിലാണ്. ബയാസ് ഇവിടെ ഉണ്ട്, അതും ബുള്ളിഷാണ്. ഇപ്പോൾ 5 മിനിറ്റ്സ് 3 മിനിറ്റ്സ് നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യുന്ന 5 മിനിറ്റ്സിലാണെങ്കിൽ 5 മിനിറ്റ്സും 3 മിനിറ്റ്സും ഒരു എന്താ പറയുക കൺഫർമേഷൻ തന്നിട്ടുള്ള രീതിയിലല്ല നിൽക്കുന്നത്. ഓക്കെ, ബാക്കി അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നോക്കിയിട്ട് ട്രേഡിനെ കുറിച്ച് ചിന്തിക്കുക. പക്ഷേ ഇങ്ങനെയുള്ള ട്രേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്യുക, ഒരു കുഴപ്പമില്ല. പക്ഷേ വലിയ സ്റ്റോപ്പ് ലോസിലൊന്നും വെച്ച് ട്രേഡ് ചെയ്യരുത്. ചെറിയ SL ട്രേഡ് ചെയ്യുക. 1:2 റിസ്ക് റിവാർഡ് ക്യാച്ച് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ ഉള്ളത് നോക്കി നോക്കുക. ഇവിടെ നോർമലി ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളൊരു സെൽ എൻട്രി പ്ലാൻ ചെയ്യുകയാണ്. ഇതിൻ്റെ തൊട്ട് അതായത് ഏത് ക്യാൻഡിലാണോ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇവിടെ ഇപ്പോൾ ക്യാൻഡിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ക്യാൻഡിൽ ക്ലോസ് തരുന്ന സമയത്ത് ഇതാണ് ഓർഡർ ബ്ലോക്ക്. അതുപോലെ ഇതിവിടെ ക്ലോസ് തരുന്ന സമയത്ത് ഇതാണ് ഓർഡർ ബ്ലോക്ക്. സോ ഇവിടെ നിന്ന് നമ്മളൊരു എൻട്രി പ്ലാൻ ചെയ്യുകയാണ്. 1:2 റിസ്ക് റിവാർഡ്. അപ്പോൾ 1:2 റിസ്ക് റിവാർഡ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 1:2 പെർഫെക്റ്റ്. ഈ ഒരു ട്രേഡ് മാർക്കറ്റ് വന്ന് ഇവിടെ ടാപ്പ് ചെയ്തിട്ട് 1:2 കഴിഞ്ഞതിന് ശേഷം എന്താ ഉണ്ടായിരിക്കുന്നത്, ജസ്റ്റ് ടാപ്പാണ്. മാർക്കറ്റ് തിരിച്ചു പോയി. സോ നമ്മളെപ്പോഴും ബ്രേക്ക് ഇവണിലേക്ക്, ഇവിടെ മാർക്കറ്റ് 1:1 എത്തുമ്പോൾ തന്നെ നമ്മൾ ബ്രേക്ക് ഇവണിലേക്ക് കയറ്റി വെക്കണം മാർക്കറ്റിനെ. ഓക്കെ, 1:1 ഇവിടെ എത്തി. അപ്പോൾ തന്നെ നമ്മൾ ബ്രേക്ക് ഇവണിലേക്ക് കയറ്റി വയ്ക്കുക. മാർക്കറ്റിൻ്റെ SL ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. അതിനുശേഷം ട്രേഡ് പ്ലാൻ ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെയും 1:1 മാർക്കറ്റ് എത്തുന്ന സമയത്ത് റിസ്ക് ഒന്നും എടുക്കാൻ നിൽക്കണ്ട. കിട്ടുന്ന ട്രേഡുകൾ മാത്രം മതി. നേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് SL കീപ്പ് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ ഇവിടെ ബോസ് ഉണ്ടായിട്ടുണ്ട്. സോ ബോസ് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കില്ലായിരിക്കും. ബോസ് ഉണ്ടാകുമ്പോൾ ലാസ്റ്റുള്ള ക്യാൻഡിലാണ് നമ്മൾ പറഞ്ഞത്. ചോക്ക് ഫസ്റ്റുള്ള ക്യാൻഡിലാണ്, ഈ ബോസ് ലാസ്റ്റുള്ള ക്യാൻഡിൽ. അപ്പോൾ ഇവിടെ റീസെൻ്റ്ലി ബോസ് ഉണ്ടാക്കിയ ഇതാണ്. ലോ ഇവിടെയാണ്. ഇവിടെ ലാസ്റ്റുള്ള ക്യാൻഡിൽ ഇതാണ്. ഇത് ഓൾറെഡി ടാപ്ഡ് ആണ്. ഈ നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെയാണ് ഉള്ളത്. ഓക്കെ, സോ ബോസ് ഉണ്ടാക്കിയതിന് ശേഷം ഈ ഒരു ബോസിനെ കുറിച്ചിട്ടാണ് പറയണത്. അപ്പോൾ ലാസ്റ്റുള്ള ക്യാൻഡിൽ ഇതാണ്. സോ ഇവിടെ നിന്ന് നമ്മളൊരു ലോങ് എൻട്രി നോക്കുകയാണ്. മാർക്കറ്റ് 1:2 റിസ്ക് റിവാർഡിൽ 1:2 1:2 ഇവിടെ ക്യാപ്ചർ ആയിട്ടുണ്ട്. ഈ ക്യാൻഡിൽ അതിൻ്റെ മേലെ പോയിട്ടുണ്ട്. 1:2 എന്തായാലും കിട്ടിയിട്ടുണ്ട്.
സോ ഇവിടെ ഇനി അടുത്തൊരു ലോങ് എൻട്രി ഇവിടെ ബോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ലാസ്റ്റുള്ള ക്യാൻഡിൽ ഇതാണ്. ഈ ക്യാൻഡിലും നമുക്ക് ട്രേഡ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഇതുപോലെ എല്ലാം കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. ഓക്കെ, 1:2 ഇവിടെയാണ് ഉണ്ടാവുക. എപ്പോഴും ബ്രേക്ക് ഇവൺ പ്ലാൻ ചെയ്യുക. ശേഷം ഈ ഒരു ക്യാൻഡിൽ ബോസ് കഴിഞ്ഞു. ഇനി ഇവിടെ ചോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ചോക്ക് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെയാണ് ലോങ്, ഇതാണ് ക്യാൻഡിൽ. സോ ഇതും 1:2 റിസ്ക് റിവാർഡ് തന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് എത്തുമ്പോഴാണ് ക്യാൻഡിൽ അത് അച്ചീവ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ തന്നെ 2 ട്രേഡ് നിങ്ങൾക്ക് വേറെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ചോക്ക് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ചോക്ക് സംഭവിച്ചിട്ട് മാർക്കറ്റ് ഇതാണ്, അതായത് ലാസ്റ്റ് സ്വിങ്ങിലുള്ള ഒരു സെൽ എൻട്രി ഇവിടെയാണുള്ളത്. അത് SL ആണ്, അല്ല നേരെ മേലേക്ക് പോവുക ചെയ്തിരിക്കുന്നത് മാർക്കറ്റ്. അവിടെ SL സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓക്കെ, ഇത് SL ട്രേഡാണ് കേട്ടോ. അത് ഒന്ന് മാർക്ക് ചെയ്യാൻ എന്താ ചെയ്യാം, ബ്ലൂട്ട് കൊടുക്കാം, ഒരു SL ട്രേഡ്. ഇവിടെ മാർക്കറ്റ് ചോക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ ക്യാൻഡിലാണ് ചോക്ക്. സോ ഇവിടെ എൻട്രി, ഈ ഒരു ക്യാൻഡിലിൽ എൻട്രി നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ലോങ് എൻട്രി, അതും SL ആണ് ട്രേഡ്. ഓക്കെ, 2 SL പഠിപ്പിച്ചു വന്നു. ഇത് ഞാൻ കളറ് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്, ബ്ലൂ. ഓക്കെ, 2 SL ട്രേഡായി. ഇനി മൂന്നാമത്തത് ഇവിടെ ചോക്ക് സംഭവിച്ചിട്ടുണ്ട്. ചോക്ക് സംഭവിച്ചതിൻ്റെ തൊട്ട് മുമ്പുള്ള ക്യാൻഡിൽ, ഇവിടെ ഈ ക്യാൻഡിലാണ് ചോക്ക് സംഭവിച്ചത്. അപ്പോൾ ഒരു ഓർഡർ ബ്ലോക്ക് ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ട്രേഡ് എൻട്രി ട്രൈ ചെയ്യുന്നില്ല. ഓക്കെ, കൃത്യമായിട്ട് ഓർഡർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്താൽ മതി ട്രേഡ്. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചോക്ക് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓർഡർ FEGയോട് കൂടിയിട്ടുള്ള ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് ഇതാണ്. ഇതിലേക്ക് മാർക്കറ്റ് തിരിച്ച് വന്ന് ടാപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതിൽ ഈ ഒരു ക്യാൻഡിൽ ഇങ്ങനെ നീട്ടിയിടുക. ഇവിടെ എങ്ങനെയാണ് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ നോക്കി പഠിക്കുക. ലൈവിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നോക്കി പഠിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് തരും. നെക്സ്റ്റ് ഇവിടെ ഒരു ചോക്ക് ഉണ്ടായിട്ടുണ്ട്. ചോക്ക് ഉണ്ടാകുമ്പോഴുള്ള ലാസ്റ്റ് ക്യാൻഡിൽ ഇത് ഒന്നാമത് ഈ ചോക്ക് അപ്പ് ഡൗൺ കളിക്കുമ്പോൾ മാർക്കറ്റ് ഓൾറെഡി സൈഡ് വൈസ് ആണ്. നമ്മൾ 5 മിനിറ്റ്സ് ആണല്ലോ നോക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്കൊരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം ആ എൻട്രിനെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യാം. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു സപ്പോർട്ട് സോണിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ എന്താ പറയുക കളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ ട്രേഡ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡേഞ്ചറിലേക്ക് ആയി പോകും. എനിവേ നമുക്കിപ്പോൾ വരാൻ ചാൻസ് ഉള്ളത്, നമ്മൾ ചെറിയ SLലല്ലേ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു SL ട്രേഡ് ഇവിടെ നിന്ന് നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. ഓക്കെ, അതും മാർക്കറ്റ് 1:1 ഒന്നും തന്നിട്ടില്ല. മാർക്കറ്റ് അങ്ങനെ മേലെ കയറി പോവുക ചെയ്തിരിക്കുന്നത്. ഒരു മിനിറ്റ്, സോറി, ഇവിടെ ക്യാൻഡിൽ ഇതാണ്. ഓക്കെ, ക്യാൻഡിൽ ഇവിടെ നിന്ന് റിജക്ഷൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റ് 1:1 ഒന്നും എത്തിയിട്ടില്ല. ജസ്റ്റ് അപ്പോൾ തന്നെ തിരിച്ചു പോയിക്കാണ് മാർക്കറ്റ്. ഓക്കെ, ഇനി അത് SL ട്രേഡാണ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ചോക്കിൻ്റെ ട്രേഡ് പറഞ്ഞു, തിരിച്ചു വന്നിട്ടില്ല. ഈ ഒരു ചോക്കിൻ്റെ ട്രേഡ് പറഞ്ഞു, അത് SL ആണ്. നെക്സ്റ്റ് ഇപ്പോൾ ഞാൻ ഈ സൈഡ് വൈസ് മാർക്കറ്റിലാണ് നമ്മളിങ്ങനെ പോയിട്ട് നോക്കുന്നത്. ഓക്കെ, എത്ര കണ്ടിട്ട് ഇതിനെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുക എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ തന്നെ പോയി നോക്കുക. ഓക്കെ, ഇവിടെ ഒരു ചോക്ക് സംഭവിച്ചിട്ടുണ്ട്. ചോക്ക് സംഭവിച്ചതിൻ്റെ ഇതും SL ആണ് ട്രേഡ്. ഓക്കെ, SL ട്രേഡാണ്. 1:2 എത്തിയിട്ടില്ല. നെക്സ്റ്റ് ഈ ഒരു ചോക്കിൻ്റെ ട്രേഡ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഇവിടെ ഇത് ഫുള്ള് ഒരു ബോസിലേക്കും പോകുന്നില്ല. ചോക്ക് പ്ലസ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു ചോക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ട്രേഡ് ഇതാണ്. മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല.
താഴത്തേക്ക് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ വീണ്ടും സെൽ എൻട്രി, ഇവിടെ നല്ല സോറി ഇതിൽ സ്വിങ്ങിൽ എൻട്രി, ഇതിൻ്റെ സ്വിങ്ങിൽ എൻട്രി ഇല്ല. ഓക്കെ, കാരണം ഇവിടെ ഓർഡർ ബ്ലോക്ക് ഇല്ല. ഈ ഒരു ചോക്ക്, അതായത് ഈ ഒരു ചോക്കിന് ഓർഡർ ബ്ലോക്കിൽ എൻട്രി ഇല്ല, കാരണം ഓർഡർ ബ്ലോക്ക് ഇല്ല. ഓക്കെ, തേർഡ് ക്യാൻഡിൽ നേരെ വന്ന് ഇതിന് ക്യാപ്ചർ ചെയ്തിരിക്കണം. ഈ ഒരു സ്റ്റൈൽ നോക്കി നോക്കും. ഇവിടെ മാർക്കറ്റ് ഇതിന് ശേഷം ക്ലോസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ലാസ്റ്റുള്ള ട്രേഡ് പറഞ്ഞല്ലോ, അതെവിടെയായിരുന്നു? ഇവിടെ ഉള്ള ഒരു സിനാരിയോ, മാർക്കറ്റ് 1 2 3 ഈ ക്യാൻഡിൽ നമ്മൾ ട്രേഡ് എടുത്തത് ഇതേപോലത്തെ സിനാരിയോ ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അത് റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഇതേപോലെ മാർക്കറ്റ് മുകളിലേക്ക് പോയി മേലെ ക്ലോസ് വന്നു, താഴത്തേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഓക്കെ, അത് റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല മാർക്കറ്റ്. ഓക്കെ, അതും SL ആണ് ട്രേഡ്. ഇപ്പോൾ എത്ര അടുപ്പിച്ച് SL ട്രേഡുകൾ വന്നു നോക്കി നോക്കൂ, കൗണ്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് അതിൽ ഇത് ക്യാൻഡിൽ ഈ ക്ലോസ് ആണ്. സോ നെക്സ്റ്റ് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ക്യാൻഡിൽ ഇതാണ്. അപ്പോൾ നമ്മളൊരു ഷോർട്ട് എൻട്രി പ്ലാൻ ചെയ്യാണ്. ഇവിടെ നിന്ന് ഷോർട്ട് എൻട്രി പ്ലാൻ ചെയ്യുമ്പോൾ ഇതാണ് SL 1:5 എത്തിയിട്ടുള്ളൂ, 1:2 എത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ 1:1 ഇത് ബ്രേക്ക് ഈവൺ ആയിട്ട് പോകും. ഓക്കെ, അതാണ് ഉണ്ടായിരിക്കുന്നത്. സോ ബ്രേക്ക് ഈവണിന് ഒരു എല്ലോ കൊടുക്കാം. ഓക്കെ, ലാഭമല്ല നഷ്ടമല്ല. നെക്സ്റ്റ് ഇവിടെ ഒരു ബോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബോസ് ഉണ്ടാക്കിയിട്ടുള്ള ലാസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതാണ്. സോ മാർക്കറ്റ് ഇവിടേക്ക് ആ സമയത്ത് ബോസ് ഉണ്ടാക്കിയ സമയത്ത് തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഒരു ക്യാൻഡിലിനെ മാർക്ക് ചെയ്തിടാൻ നമുക്ക് പറ്റും എന്താണ് അവിടെ ഉണ്ടാവണം എന്നുള്ളത്. സോ മാർക്കറ്റ് അതിനെ സ്വീപ്പ് ചെയ്തിട്ട് ഇവിടെ തിരിച്ച് കയറി പോവുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും ലോങ് കഴിഞ്ഞിട്ടുള്ള എൻട്രീസ് നമ്മൾ പ്ലാൻ ചെയ്യില്ല. നമ്മളവിടെ മാർക്കറ്റ് എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് നോക്കുകയാണ്. പിന്നെ നമ്മൾ വലിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് നമുക്ക് വല്ല സ്കോപ്പും ഉണ്ട് മാർക്കറ്റിന് എന്നുള്ള നിലയ്ക്ക് നോക്കിയിട്ടാണ് എൻട്രി പ്ലാൻ ചെയ്യുള്ളൂ. 5 മിനിറ്റ്സിൽ ഇതുപോലെ കുറേ നേരം കഴിഞ്ഞ് കിട്ടുന്ന എൻട്രീസിന് നമ്മൾ വലിയ വാല്യൂ കൊടുക്കില്ല. മറിച്ച് ഇതുപോലെ കിട്ടുന്നത് 1 ഹവറിൻ്റെയോ 4 ഹവറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രിക്ക് സ്കോപ്പ് ഉണ്ടാവും ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ആ ഭാഗത്തുനിന്ന്. ഓക്കെ, കാരണം തിരിച്ചു വന്ന് ടാപ്പ് ചെയ്യാത്ത ഭാഗങ്ങളാണത്. നെക്സ്റ്റ് ഇവിടെ ഒരു ബോസ് പോയിൻ്റ് ഉണ്ട്. പക്ഷേ ബോസ് ഇവിടെ ഇത്രയും കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ വർക്കായിരിക്കുന്നത് ഈ ഒരു ബോസ്. ഓക്കെ, ഈ ലൈന് കാണുന്നത് മെയിൻ ലൈന്, ഡോട്ടില്ലാത്ത ലൈൻ എന്ന് പറയുന്നത് മെയിൻ സ്ട്രക്ചറാണ്. ബാക്കിയുള്ളതൊക്കെ ഇൻറ്റേർണൽ സ്ട്രക്ചറുകളാണ്. ഓക്കെ, സോ മെയിൻ സ്ട്രക്ചർ കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഇതൊരു മെയിൻ സ്ട്രക്ചറാണ്. ഇവിടെ ചോക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ചോക്ക് സംഭവിച്ചിട്ടുള്ള ഇപ്പോൾ 5 മിനിറ്റ്സിൻ്റെ അല്ല, നമ്മൾ വലിയ ടൈം ഫ്രെയിമുകളിൽ നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വർക്കിംഗ് മനസ്സിലാവുക. ഓക്കെ, ഇവിടെ ഒരു മെയിൻ സ്ട്രക്ചർ ബോസ് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പുള്ള ചെറുത് നമ്മൾ ഫുൾ ഇൻറ്റേർണലിലാണ് ഇപ്പോൾ നോക്കുന്നത്. ഇവിടെ ബോസ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ബോസ് സംഭവിക്കുമ്പോഴുള്ള ലാസ്റ്റ് ക്യാൻഡിൽ ഇതാണ്. ഇതിൻ്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി ഇവിടെ ചോക്ക് സംഭവിച്ചിട്ടുണ്ട്. ചോക്ക് സംഭവിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രീവിയസ് ക്യാൻഡിൽ ഇതാണ്. ഇതിന്ന് എൻട്രി കിട്ടിയിട്ടുണ്ട്. അത് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. കാണിച്ചു തരാം. ഇതാണ് ചോക്ക് സംഭവിക്കുന്നത് അതിൻ്റെ ക്യാൻഡിൽ. ഇവിടെ മാർക്കറ്റ് 1:2 തന്നിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ഈ ലെഗ് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് ഇവിടെ വന്നു. ഇത് കണ്ടോ, 1:2 നമ്മൾ ബുക്ക് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ അത് പോയിട്ട് SL അടിച്ചിട്ടുണ്ട്. അപ്പോൾ ബുക്ക് ചെയ്യുക മാക്സിമം. അങ്ങനെ 1:2 മേലെ നമ്മൾ തലവേദന ഉണ്ടാക്കാൻ നോക്കണ്ട. ഇവിടെ ബോസ് സംഭവിച്ചിട്ടുണ്ട്. ബോസ് സംഭവിക്കുമ്പോഴുള്ള സ്വിങ്ങിലെ ലാസ്റ്റ് ക്യാൻഡിൽ ഇത് ഓൾറെഡി ഞാൻ ഇവിടെ മുമ്പ് മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ എൻട്രി തന്നെ കാണിച്ചു തരാം. ലോങ് എൻട്രി ഇതാണ് ക്യാൻഡിൽ. C1:2 ടാർഗറ്റ് എത്തിയിട്ടുണ്ട്. ഈ
ഈ ക്യാൻഡിൽ ഇത് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് തിരിച്ചു പോയിട്ട് ഇതായിരിക്കണം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടോടത്തുനിന്ന് നമുക്ക് എൻട്രി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബോസ് തിരിച്ചു വന്നിട്ടില്ല. ഇത് മെയിൻ സ്ട്രക്ചർ ചോക്ക് സംഭവിച്ചിട്ടുണ്ട്. മെയിൻ സ്ട്രക്ചർ ചോക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി ലാസ്റ്റ് ക്യാൻഡിലിനാണ് പ്രാധാന്യം കൊടുക്കുക, ഈ ചോക്കിന്, അതുപോലെ ഈ ബോസിനൊക്കെ. ബാക്കിയുള്ളതൊക്കെ ഇൻറ്റേർണലായിട്ട് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ബോസ് സംഭവിച്ചു, മാർക്കറ്റ് തിരിച്ചു വന്നിട്ടില്ല. ഇവിടെ ചോക്ക് സംഭവിച്ച ക്യാൻഡിലിൻ്റെ തൊട്ട് മുമ്പുള്ള ക്യാൻഡിൽ ഇവിടേക്ക് മാർക്കറ്റ് തിരിച്ചു വന്നിട്ടില്ല. മാർക്കറ്റ് ഈ ഒരു എഫീജിനെ ടാപ്പ് ചെയ്ത് കയറിപ്പോവുക ചെയ്തിരിക്കുന്നത്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളിപ്പോൾ ഒരു എൻട്രീനെ കുറിച്ചിട്ട് ചിന്തിക്കുകയുള്ളൂ. ഇവിടെ ചോക്ക് സംഭവിച്ചിട്ടുള്ള ഇതിൻ്റെ മുമ്പുള്ള ക്യാൻഡിൽ, അത് നമുക്കൊരു സെല്ല് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്യാവുന്ന ക്യാൻഡിലാണ്. അതെന്താണ് ആയിരിക്കണമെന്ന് നോക്കി നോക്കാം. ഇത് 1:2 എത്തിയിട്ടുണ്ട് തോന്നുന്നു. 1:8 ഇത് മാർക്കറ്റ് ഈ ഒരു ടാപ്പ് തന്നിട്ട് ഇങ്ങോട്ട് റിവേഴ്സ് വന്നിട്ട് ഇവിടം വരെ ഉള്ളത് നോക്കുമ്പോൾ 1:1.88 എന്നാണ് മാർക്കറ്റ് തിരിച്ചു വയ്ക്കുന്നത്. അപ്പോൾ അത് ബ്രേക്ക് ഇവണിലായിരിക്കും മിക്കവാറും നമുക്ക് എൻഡ് ചെയ്തിട്ടുണ്ടാവുക ട്രേഡ്. ഓക്കെ, ഇവിടെ ഈ ഒരു ചോക്കിനെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇവിടെ ഉള്ള ചോക്കിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ OB ഉള്ളത് ഇതാണ്. ഈ OBനെ സ്വീപ്പ് ചെയ്യുക ചെയ്തിരിക്കുന്നത്. ഇത് ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു കാര്യം കൂടി നോക്കണം, ഇത് ഡേൻ്റെ ലോനോ ഡേൻ്റെ ഹൈനൊക്കെ ആണോ ഇത് വന്ന് കയറിയിരിക്കണം എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഈ സ്വീപ്പ് ഇതുപോലെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ മുമ്പുള്ള വല്ല ഓർഡർ ബ്ലോക്കും ഇവിടെ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇതെന്തായാലും ഇവിടെ നിന്ന് എൻട്രി കിട്ടി കഴിഞ്ഞാൽ SL അടിച്ചു പോയിട്ടുണ്ടാവും. കാണിച്ചു തരാം. ലോങ് ഓക്കെ, ചോക്ക് കിട്ടിയ ക്യാൻഡിലിൻ്റെ തൊട്ട് മുമ്പുള്ള ക്യാൻഡിൽ സംഗതി മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കണം, പക്ഷെ നമ്മുടെ SL അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ SL ട്രേഡ് നമുക്കൊരു ബ്ലൂ കളർ കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എത്ര ട്രേഡ് നോക്കിയിട്ടുണ്ടാവും? ഒരു 10 ട്രേഡിൻ്റെ മേലെ നോക്കിയിട്ടുണ്ടാവില്ലേ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15 ട്രേഡ് നമ്മൾ നോക്കി. ഓക്കെ, 15 ട്രേഡിൽ ഞാൻ ഇവിടെ ടേബിൾ പോലെ ഒന്ന് മാർക്ക് ചെയ്ത് തരാം. 15 ട്രേഡിൽ ഒരു ന്യൂട്രലായിട്ടുള്ള ട്രേഡ് എത്രണ്ണാണ്? ഇത് നമ്മുടെ ബ്രേക്ക് ഇവൺ പോയിന്റിലുള്ളത് ഒരു ട്രേഡാണ്. ഓക്കെ, നമ്മൾ SL അടിച്ച എത്ര ട്രേഡാണ്? ഇവിടെ ഒരു ബ്ലൂ SL ഉണ്ട്. 1 2 3 ഓക്കെ 4. ഇതിലൊന്ന് ബ്രേക്ക് ഇവൺ ആണ്. 4 5 ഈ 5 ട്രേഡ് നമ്മളെ SL ആണ്. ഓക്കെ, SL 5. ബാക്കി എത്ര ട്രേഡാണ് നമ്മുടെ പ്രോഫിറ്റ്? 5 1 6 കഴിഞ്ഞ് ബാക്കി 9 ട്രേഡ് TP 9 ട്രേഡ്. ഇനി ഇത് ഫിൽറ്റർ ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ സെഷൻസിൻ്റെ ടൈമിലാക്കിയിട്ട് ഫിൽറ്റർ ചെയ്യുക. അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇതിൽ മേലെ ഇനി വേറെ ചെയ്യാനുണ്ട്. സെഷൻസ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല, അതും കൂടി കാണിച്ചു തരായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു $30 ട്രേഡാണ് ഇവിടെ പ്ലാൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇത്രയും ഒരു 15 ട്രേഡ് നമ്മൾ എടുത്തു. $30 വെച്ചിട്ട് നമ്മൾ 15 ട്രേഡ് എടുത്തു SL വെച്ചിട്ട്. അതിൽ 5 ട്രേഡ് നമ്മളെ $150 നമ്മുടെ പോയിട്ടുണ്ടാവും. ഓക്കെ, 5 ട്രേഡ് നമ്മൾ SL അടിച്ച് പോവല്ലേ ചെയ്തത്. അപ്പോൾ 30 × 5 ഇവിടെ നമുക്ക് × 5 30 അല്ലേ, നമ്മുടെ ഒരു $150 ഇവിടെ പോയി. ഓക്കെ, ഇവിടെ നമുക്ക് 9 ട്രേഡ് × $60 കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ,
സോ ഇവിടെ ഇപ്പോൾ എത്ര ഡോളർ നമുക്ക് കിട്ടി? 60 × 9 $540 കിട്ടി. ഇത് പിന്നെ ബ്രേക്ക് ഈവൻ ആണ്. ഇവിടെ പിന്നെ പ്രത്യേകിച്ചൊന്നും പോകാനും വരാനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് ഇപ്പോൾ എത്ര ഉണ്ടാവും? നമ്മളിപ്പോൾ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഇപ്പോൾ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ടാവും. $390 നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ആയിട്ടുണ്ടാവും. സോ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. $30 എന്ന് പറയണത് 10,000 അക്കൗണ്ടിൽ, ഒരു ഫണ്ടഡ് അക്കൗണ്ടിൽ എത്രയോ ചെറിയ പോർഷനാണ്. ഓക്കെ, 0.3 ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് റിസ്ക് ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ ട്രേഡ് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. സോ എല്ലാവരും ഒന്ന് സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ചിട്ട് പഠിക്കുക, മെനക്കെടുക. ഓക്കെ.